ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പിരിയണ സമയത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ. ഇത് കണ്ടിട്ട് കിഷോറിനാകെ ദേഷ്യം വന്ന് പുറത്ത് നിൽക്കുവാണ്. ഗീതു ആണെങ്കിൽ കരച്ചിൽ നിർത്തണേ ഇല്ല. ഗോവിന്ദനെ പിടിച്ച് ഭയങ്കര കരച്ചിലാണ്. ഗോവിന്ദനും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ കരച്ചിൽ. മഹേഷ് അവിടേക്ക് വന്നിട്ട് നിൽക്കുന്നുണ്ട് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഗോവിന്ദും ഗീതുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദും കരച്ചിലടച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അതിനുശേഷം ഗീതു പറഞ്ഞു, ഞാൻ കണ്ണടച്ച് നിൽക്കാം, സാറ് പോയിക്കോ എന്ന് പറയുവാണ്. ഗോവിന്ദ് പറയേണ്ടത് ഞാനും തിരിഞ്ഞു നോക്കാണ്ട് പോകാൻ പോവാണെന്ന് പറയുകയാണ്. അങ്ങനെ ഗീതു കണ്ണടച്ചിട്ട് അങ്ങനെ ഒരേ നിൽക്കുവാണ് കേട്ടോ. കിഷോർ പുറത്ത് നിൽക്കുന്നുണ്ട്. ഗോവിന്ദ് മൈൻഡ് ചെയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. കിഷോർ ഇപ്പം പണം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് മൈൻഡ് ചെയ്യാണ്ട് പോണ കാണുമ്പോൾ കിഷോർ ഇങ്ങനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ഗോവിന്ദ് അതൊന്നും തന്നെ കേൾക്കുന്നില്ല. വണ്ടി എടുത്തിട്ട് പോകാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദ് കാർ എടുത്തിട്ട് കാറിനുള്ളിലേക്ക് ഇരുന്നതിന് ശേഷം കണ്ണങ്ങോട്ട് ശരിക്കും തുറന്നിട്ട് ഒരു ദീർഘശ്വാസത്തിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ വെച്ചേക്കുമ്പോൾ ഗീതുക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. മഹേഷ് ഇതെല്ലാം കണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കിഷോർ ഗീതുവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എടി അയാൾ പോയല്ലോ, ആ 1 കോടി രൂപയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ, നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് ഇട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ്. അത് ഗോവിന്ദ് സാർ തന്നോളും എന്ന് ഗീതു പറയുമ്പോൾ എപ്പോൾ തരുമെന്ന്, അയാൾ ഞങ്ങളെ പറ്റിക്കുമെന്ന് പറയുമ്പോൾ അത് എൻ്റെ പേരിലേക്ക് ഇടാമെന്നാണ് പറഞ്ഞിട്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതിൻ്റെ പലിശ മാത്രം മതി നമുക്ക് കഴിക്കാനെന്ന് ഉണ്ടിറങ്ങി കഴിക്കാൻ വേണ്ടി ഗീതു പറയുമ്പോഴേക്കും കിഷോറിന് അതൊന്നും പിടിക്കണില്ല. അയാൾ ചീറ്റ് ചെയ്തു എന്നൊക്കെ പറയാണ്. ഗീത അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് അപ്പോഴേക്കും പോയിട്ടോ. ഇതെല്ലാം കേട്ട് മഹേഷ് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കിഷോർ പറയുന്നുണ്ട്, നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വരുന്ന സമയത്ത് മഹേഷ് അടുത്തേക്ക് വരികയാണ്. കിഷോർ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്ന് കിഷോർ ചോദിക്കുമ്പോൾ നിനക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യമാണ്, വാ എന്ന് പറയാണ്. ഗീതു, ഞാൻ കിഷോറിനോട് സംസാരിക്കട്ടെ, വിരോധമില്ലല്ലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എനിക്കെന്ത് വിരോധം, ഞാൻ റെസ്റ്റോറൻറ്റിൽ കാത്തു നിന്നോളാന്ന് പറഞ്ഞിട്ട് ഗീതു മുകളിലേക്ക് കയറിപ്പോവാണ്. അങ്ങനെ നമ്മുടെ കിഷോറിനെ കൂട്ടിക്കൊണ്ട് മഹേഷിൻ്റെ ഓഫീസിനുള്ളിലേക്ക് പോവാണ്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഗോവിന്ദ് ആ 1 കോടി രൂപ തന്നില്ലല്ലേ, നീ അതിൻ്റെ നിരാശയിലാണല്ലേ, ഒരു കാര്യം ഞാൻ നിനക്കൊരു ഓഫർ തരാം, ഗീതുവിനെ ഗോവിന്ദിനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നിനക്ക് എത്ര രൂപ വേണം എന്ന് ചോദിക്കുമ്പോൾ താനെന്താ എന്നെ കളിയാക്കുവാണോ, ഇത് തൻ്റെ ഓഫീസും തൻ്റെ റിസോർട്ടും ആയിപ്പോയി, അല്ലെങ്കിൽ അതിനെ മറുപടി പറഞ്ഞാനെന്ന് പറയുമ്പോൾ ഞാൻ കളിയാക്കിയെന്നല്ല, കളിയാക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുമില്ല, നിനക്കിപ്പോൾ ആ 1 കോടി രൂപ അതല്ല നഷ്ടമായത്, ആ 1 കോടി രൂപ ഞാൻ തരാം, ഗീതുവിനെ പകരം നീ ഗോവിന്ദനെ ഏൽപ്പിക്കാവോ, ഒരു പോറൽ പോലെ ഏൽക്കാണ്ട് എന്ന് പറയുമ്പോൾ അതിനുശേഷം കിഷോർ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മഹേഷ് അവിടെ അടുത്തൊരു പെട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ആ പെട്ടി തുറക്കുവാണ്. അപ്പോഴാണ് കിഷോറിന് വിശ്വാസമാവുന്നത് ആ പെട്ടി ഫുള്ളും പൈസയാണ് കേട്ടോ. 500 നോട്ടുകൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ കിഷോർ വായിൽ വെള്ളം ഉറക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പറയണ്ട്, ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ, ഇത് 1 കോടി രൂപയുണ്ട്, ഇത് നിനക്ക് അവകാശപ്പെട്ടതാ, അല്ലെങ്കിൽ നിനക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് 100%. കാരണം ഗീതുവിനെ നീ ഒരുപാട് നാൾ സ്നേഹിച്ചതല്ലേ, നീ സ്നേഹിച്ച പെണ്ണിനെ അവളുടെ ഭർത്താവിനെ ഏൽപ്പിക്കുമ്പോൾ നിനക്കൊരു നഷ്ടവും വരാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് തരുന്നതേ ഉള്ളൂ, നിങ്ങളെല്ലാം ചതിക്കില്ലല്ലോ അല്ലേ എന്ന് കിഷോർ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് ചതിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ കിഷോർ പറയണ്ട്, എന്താ സത്യം, എന്താ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ നീ ശരിക്കും പറഞ്ഞാൽ ആ 1 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഗീതുവിനെ വീണ്ടും അന്വേഷിച്ച് വന്നതെന്ന് പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്ന് പറഞ്ഞാൽ ആ പൈസയിലൊക്കെ കൈയൊന്ന് ഓടിക്കാനായിട്ട് പറയുന്നുണ്ട്. അതെ, ഞാൻ ആ 1 കോടി രൂപയ്ക്ക് വേണ്ടി തന്നെയാണ് അവളെ പിന്നെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്, പക്ഷേ ആ 1 കോടി രൂപ കിട്ടിയാൽ ഞാൻ അവളെ സ്വീകരിക്കാൻ പോകുന്നില്ലായിരുന്നു, 1 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവളെ സ്വീകരിക്കില്ല, ആർക്ക് വേണം അവളെ എന്ന് പറയുവാണ്. അതിനുശേഷം മഹേഷ് പറയുന്നുണ്ട്, അല്ലെങ്കിലും നിൻ്റെ ഇതെനിക്ക് മനസ്സിലാവും, 3 മാസം ഒരാളുടെ കൂടെ ജീവിച്ച ആളെ ആരും സ്വീകരിക്കില്ല എന്ന് പറയുവാണ്, ഇത് നിനക്കുള്ള നഷ്ടപരിഹാരമാണെന്ന് പറയുമ്പോൾ നീ വേണമെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തി പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ അത് എണ്ണേണ്ട ആവശ്യമില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് എന്ന് കിഷോർ പറയുമ്പോൾ ശരി, ഇനി ഗീതുവിനെ അന്വേഷിച്ച് നീ ഒരിക്കലും വരരുത് അവരുടെ ജീവിതത്തിലേക്കെന്ന് പറയുമ്പോൾ ഇല്ല, ഞാനൊരിക്കലും വരില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ദിവസം അവളെ ഉപയോഗിച്ചിട്ട് കളയാൻ നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ മഹേഷിനെ അങ്ങോട്ട് ദേഷ്യം വരും കേട്ടോ. കൈ ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഓങ്ങെങ്കിലും വേണ്ട, എല്ലാം ഇത്രയും കൂടെ കൊണ്ടുവന്ന ചില പ്ലാനെല്ലാം തകർന്നു പോകുമല്ലോ വെച്ചിട്ട് മഹേഷ് മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവളെ എന്തായാലും ഉപേക്ഷിക്കാമെന്ന് ചിരിക്കുകയായിരുന്നു സാർ എന്നൊക്കെ കിഷോർ പറയുമ്പോൾ എന്നിട്ട് കിഷോർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പണക്കൊതിയെ പണവും ഇങ്ങനെ നോക്കിക്കൊണ്ട് വായിൽ വെള്ളം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ശരി, നീ എന്നാൽ പോയിക്കോ, നീ ഗീതുവിനെ അന്വേഷിച്ച് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അതിനുശേഷം കിഷോർ പുറത്തിറങ്ങിയിട്ട് ഗീതുവിനെ വിളിക്കുകയാണ്, ഗീതു നമ്മൾ വലിയ അപകടത്തിലാണ്, ആ മഹേഷ് ഉണ്ടല്ലേ എന്നെ വിളിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്നറിയാവോ, നിന്നെ ഉപേക്ഷിക്കണമെന്ന് പറയാൻ, ഗോവിന്ദൻ്റെ കൂടെ നിന്നെ പറഞ്ഞയക്കണമെന്ന് പറയാനായിട്ട്, അയാളും ആ ഗോവിന്ദും കൂടി നടത്തിയ നാടകമാണ് ഗീതു, ഇത് അവർ ചതിയന്മാരെന്ന് പറയുമ്പോൾ ഗീതു പറയേണ്ട ഒരിക്കലും ഗോവിന്ദ് സാർ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുവാണ്. മഹേഷ് ആണെങ്കിൽ ഗോവിന്ദനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഗോവിന്ദ് ഫോൺ എടുക്കുന്നേ ഇല്ല കേട്ടോ. മഹേഷിനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹേഷ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരാളെ വിളിക്കുന്നുണ്ട്. അയാൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട്
കഴിഞ്ഞു ദേ നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, 3 ക്യാമറകളിലും പിടിച്ച കാര്യങ്ങൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്ന് ഒക്കെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് പറയുന്നുണ്ട്. എന്തായാലും വളരെ താങ്ക് യു സോ മച്ച് മാൻ എന്നൊക്കെ തന്നെ പറയുകയാണ്. ഞാൻ എന്തായാലും ഗീതുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കണം, അല്ലെങ്കിൽ അവൾ വല്ല അപകടത്തിലും ചാടും എന്ന് അയാളോട് പറഞ്ഞതിന് ശേഷം ഗോവിന്ദനെ വീണ്ടും വിളിക്കുകയാണ് മഹേഷ്. പക്ഷേ ഗോവിന്ദ് ഫോൺ എടുക്കുന്നേയില്ല. അങ്ങനെ ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് കിഷോർ ഫ്ലാറ്റിലേക്ക് പോവാണ്. ഇവിടെ ശ്രീജി അമ്മയില്ലേ എന്ന് ഗീതു ചോദിക്കുമ്പോൾ ഇല്ല, അവർ ഇന്നിവിടെ ഇല്ല, അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരാൻ വൈകുമെന്നൊക്കെ പറയുവാണ്. നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുവാണ് കേട്ടോ അകത്തേക്ക്. എന്തായാലും ഗോവിന്ദ് സാർ നമ്മളെ കൊല്ലാൻ നോക്കുവാണ്, അതിനു മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം, നമുക്ക് ഇന്ന് തന്നെ ഗോവയ്ക്ക് പോകാമെന്ന് പറയണം. ഗോവയ്ക്കോ? അതേ ഗോവയ്ക്ക്, അല്ലെങ്കിൽ ആ ഗോവിന്ദും മഹേഷും കൂടി നമ്മളെ വക വരുത്തും, അതുകൊണ്ടാണ് നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇവിടെ വന്നെന്ന് പറയുകയാണ്. ഇല്ല, ഒരിക്കലും ഇല്ല, നിനക്ക് ഡിപ്രഷൻ്റെ അസുഖമുള്ളല്ലേ കിഷോറെ, നിനക്ക് ഡിപ്രഷൻ്റെ അസുഖം കാരണം നിനക്ക് ഇതൊക്കെ തോന്നുന്നതാണ്, തോന്നലുകൾ ഉണ്ടാകുമെന്നൊക്കെ പറയുകയാണ് ഡിപ്രഷൻ അസുഖത്തിന്. അപ്പോഴേക്കും കിഷോർ പറയേണ്ടതേ നീ എന്നെ രോഗിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല, ഞാൻ സത്യം തന്നെയാണ് പറയണത്, ഒരു സത്യമില്ല ഗോവിന്ദ് സാറിനെ നിനക്കത് അറിയാൻട്ടെ, ഗോവിന്ദ് സാറ് പാവമാണ്, ഞാൻ ഗോവിന്ദ് സാറിനെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ല അയാൾ ചീറ്റഡാണ്, ബ്ലഡി ചീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കിഷോർ ഒച്ചപ്പാടുണ്ടാക്കോട്ടെ, കണ്ണൊക്കെ കൂടെ പുറത്തേക്ക് തള്ളിയിട്ടാണ് ഒച്ചപ്പാടുണ്ടാക്കണത്. ഗീതു ഞാൻ ഗോവിന്ദ് സാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഗോവിന്ദനെ വിളിക്കുകയാണ്. ആ സമയം കിഷോർ പതുക്കെ പോയിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ലോക്കൊക്കെ ഇടുവാണ് കേട്ടോ. ലോക്ക് ഇട്ടതിന് ശേഷം ഗീതുവിനെ അടിമുടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിഷോർ. ഗീതു ആണെങ്കിൽ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, പക്ഷേ ഗോവിന്ദ് സാറ് ഫോൺ എടുക്കുന്നില്ലെന്ന് പറയുവാണ്. അപ്പോഴത് കേൾക്കണ കിഷോറിന് പൊട്ടിച്ചിരി വരുവാണ്. ഒരു ആക്രാന്ത വീരനെ പോലെ കിഷോർ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കിഷോറിൻ്റെ ചിരി കാണുമ്പോൾ ഗീതു ഒന്ന് പേടിച്ചിട്ട് കിഷോറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിഷോർ ആക്രാന്തം പിടിച്ച് ഗീതുവിൻ്റെ അടുത്തേക്ക് വരുവാണ്. അതിനുശേഷം പറയുന്നുണ്ട്, അയാൾ ഭയങ്കര സാധനമാണ്, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ, അയാൾക്ക് എല്ലാവരും ഉണ്ടല്ലോ, അയാൾക്കിപ്പോൾ നിന്നെ വേണം, അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ അകറ്റാൻ നോക്കണത്, വാ ഗീതു നമുക്ക് എൻജോയ് ചെയ്യാം ലൈഫ് എന്ന് പറയുമ്പോൾ വിടറ കയ്യിൽ നിന്ന്, താലി കെട്ടാണ്ട് എൻ്റെ ശരീരത്തിൽ തൊട്ട് പോകരുത് എന്ന് പറയുവാണ്. അത് കേൾക്കണ കിഷോറിന് ദേഷ്യം വരുവാണ്. താലിയോ? ദേ ഈ കഴുത്തേക്ക് കിടക്കണ ആ ഗോവിന്ദ് കെട്ടിയ താലി ഉണ്ടല്ലോ, അത് നീ കുറച്ച് നേരത്തേക്ക് ഞാൻ കെട്ടിയ താലിയാന്ന് വിചാരിച്ച് എൻ്റെ കൂടെ കഴിയടി എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.